ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് CTP അഥവാ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നുള്ള ഒരു ടേമിനെ പറ്റിയാണ്, GSTയിൽ അങ്ങനെ ഒരു ടേമിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വന്ന സംശയം, അല്ലെങ്കിൽ അതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം, എത്ര സമയം വരെ നമുക്ക് CTPയുടെ ബെനിഫിറ്റ് ലഭിക്കാം, ടൈം ലിമിറ്റ് എത്ര നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അതിൽ വന്ന ഒരു കാര്യം. അപ്പോൾ യൂഷ്വലി നമുക്ക് 90 ഡേയ്സ് വരെ നമുക്ക് ഈ CTPക്ക് വേണ്ടിയിട്ട് CTPയിൽ നമുക്ക് സമയം ലഭിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ അടുത്ത മാസം ജൂൺ 20 മുതലാണ് ഒരു ഡെമോക്ക്, ഒരു എക്സ്പോക്ക് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നിന്ന് 20 മുതൽ 90 ദിവസം വരെ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കാം. അതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 20 നമ്മൾ എക്സ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഥവാ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് 5 ദിവസം മുമ്പെങ്കിലും CTP രജിസ്ട്രേഷൻ നമ്മൾ എടുത്തിരിക്കണം. അതായത് 5 ദിവസം മുമ്പ് സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് CTP ആയിട്ട് സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 5 ദിവസം മുമ്പെങ്കിലും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചെയ്തു CTP നമ്മൾ 90 ഡേയ്സ് ചെയ്തിട്ട് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മൾ 90 ഡേയ്സ് ചെയ്തു. നമുക്കിനി ഫർദർ തോന്നുകയാണ്, ഒന്നും കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അപേക്ഷിക്കാം, ഒരിക്കൽ കൂടി അപേക്ഷിക്കാം. വീണ്ടും ഫർദർ 90 ഡേയ്സ് കൂടി നമുക്ക് GSTയിൽ നമുക്കൊന്നും കൂടി അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതുകൂടെ നമുക്ക് അവൈൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സ്റ്റേ ട്യൂൺഡ് വിത്ത് ക്യാപിടാക്സ് ഇന്ത്യ.